അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കി എടുക്കാം. നേന്ത്രപ്പഴത്തിന് പകരം ചെറുപഴം എടുക്കാം, റോബസ്റ്റ പഴം എടുക്കാം, അങ്ങനെ ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ 2 നേന്ത്രപ്പഴവും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിലക്കടല ഉണ്ടല്ലോ അത് എടുത്താലും മതിയോ. കശുവണ്ടി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കുക. കശുവണ്ടിക്ക് പകരം നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും. ചെറുതായിട്ടൊന്ന് നിറം മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പം കശുവണ്ടിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പം കറുത്ത കളർ വേണമെന്ന് നിർബന്ധമില്ല, വെള്ള കളർ എടുത്താലും മതി. അപ്പം എൻ്റെ കയ്യിൽ കറുത്ത കളർ ഉണക്കമുന്തിരി ഉള്ളത് കൊണ്ടാണ് എടുത്തത്. ഇതൊക്കെ ഒന്ന് വീർത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിടരുത്, കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ ഇതാ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങയുടെ വെള്ളത്തിന്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത്, കുറച്ച് തന്നെ വെക്കുക. ഇപ്പൊ തേങ്ങയുടെ നനവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് ആയി. ഒരുപാട് അങ്ങ് ഡ്രൈ ആവാൻ നിൽക്കണ്ട, ചെറിയ ഒരു രീതിയിൽ ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ 1 മിനിറ്റ് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തേങ്ങയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ 1/2 കപ്പ് അവിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ള അവിലോ അല്ലെങ്കിൽ ചുമന്ന അവിലോ ഏത് അവില് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. തേങ്ങയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് 1 കപ്പ് തേങ്ങ എടുക്കുക. അപ്പം അവില് ചേർത്തു എന്ന് വെച്ചിട്ട് ടേസ്റ്റ് ഒന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പം തേങ്ങ ഫുള്ളായിട്ടുള്ളവർ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ കുറവ് ഉള്ളവർക്ക് കുറച്ച് അവിലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിടണ്ട, കുറച്ച് തന്നെ വയ്ക്കുക. പഞ്ചസാര എല്ലാം ഇതാ അലിഞ്ഞ് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ഇതാ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴോടെ മുഴുവനും അങ്ങിട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവൂ ഇതിന്. അപ്പം കുറച്ച് പഴുപ്പില്ലാത്ത പഴമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പുളിപ്പ് രസവും വല്ലാത്തൊരു കറയൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നല്ലോണം പഴുത്ത പഴം നോക്കിയെടുക്കുക. അപ്പം നേന്ത്രപ്പഴത്തിന് പകരം ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഇത് ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. അപ്പം ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ മാറി ഇതാ കണ്ടില്ലേ, നല്ലൊരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്. സ്പാച്ചിലുണ്ട്, ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. സ്പാച്ചിലുണ്ടോ അല്ലെങ്കിൽ തടിത്തവിയുണ്ടോ ഒന്നിതുപോലെ ഉടച്ചു കൊടുക്കണം. ഇത് ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുത്തത് കൊണ്ടാണ് പഴം ഇതുപോലെ ഉടഞ്ഞു കിട്ടുന്നത്. അങ്ങ് ഒരുപാട് ഉടച്ചങ്ങ് എടുക്കരുത്, ചെറിയ ഒരു രീതിയിൽ ഉടച്ചെടുക്കുക. ഇപ്പോൾ പഴമൊക്കെ ചെറിയ ഒരു രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. 1 നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി, ഒരുപാടായ ഉപ്പിൻ്റെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി എടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർക്കാത്ത ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതിയാവും.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ഏലക്ക എടുത്തതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയിലെ ചെറിയ ജാറിട്ട് എല്ലാം കൂടി പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ട എടുത്താലും മതിയാവും. ഇപ്പം ഞാൻ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് കളർ ഇട്ട് കൊടുത്താലും മതി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്ന് വെച്ചിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തലോ വല്ലാത്തൊരു ചുവയൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലെടുക്കുമ്പോൾ തിളപ്പിച്ചാറിയ പാല് വേണം എടുക്കാനായിട്ട്. ചൂട് പാല് എടുക്കരുത്. നമ്മളിതിൽ മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂട് പാലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട വെന്ത് പോകും. അപ്പോൾ തിളപ്പിച്ചാറിയ പാല് എടുക്കുക. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ 9 ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിന്റെ 4 വശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ബ്രൗൺ ഭാഗം നമുക്ക് ആവശ്യമില്ല, ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പൊ ബ്രെഡിന്റെ ബ്രൗൺ ഭാഗമൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിന്റെ ബ്രൗൺ ഭാഗം കളയേണ്ട ആവശ്യമില്ല. അത് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് വെളിയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കളയാതെ നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഇനി നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് എടുക്കുക. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിൽ നിന്നും കുറച്ച് വീതം ഇതിൻ്റെ സൈഡിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. 4 വശവും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ചൂട് മാറിയതിന് ശേഷം വെച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചോ സ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ 4 വശവും മുട്ട അടിച്ച് വെച്ചത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതാ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഒരുപാട് കൂടി പോവരുത്. 1-2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാ പ്രസ് ചെയ്ത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടിയിരുന്നോളും. കണ്ടോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡിലും ഫില്ലിംഗ് ഒക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫില്ലിംഗ് റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിന് ബ്രെഡ് എടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ബ്രെഡ് എടുത്തതിന് ശേഷം ഈ ബ്രെഡിൻ്റെ 4 വശവും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ ഇട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ ബട്ടറൊക്കെ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ഒക്കെ എടുക്കാവുന്നതാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 വശവും ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി ഒട്ടിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് 4 വശവും ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്തു പോകാതെ ഒട്ടിയിരിക്കും. ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. വീണ്ടും തിരിച്ച് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ ഒട്ടിയിരിക്കുന്നത്. അപ്പോൾ 4 വശവും ഇതുപോലെ ഒരു 30 സെക്കൻഡ് ചെയ്ത് വെക്കുമ്പോൾ വെന്ത് കിട്ടുകയും ചെയ്യും, ഇതെല്ലാം ഒന്ന് ഒട്ടിയിരിക്കുകയും ചെയ്യും. ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഈ വശം എന്താ ഒട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 4 സൈഡും ചെയ്തെടുക്കാം. 4 സൈഡും ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ ഇതാ ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് പാനിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് മുട്ട അടിച്ച് വെച്ചത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് വേവിച്ചെടുക്കാം.
ഒരു വശം ആയിട്ടുണ്ട്. തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം എല്ലാ സൈഡും ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി സൈഡിലൊക്കെ നമ്മൾ വേവിച്ച് എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ പിടിച്ചു വെച്ച് വേവിച്ചെടുക്കുക. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചു വെച്ച് വേവിച്ചെടുക്കുക. നല്ല ചൂടാണ്. 2 സ്പാച്ചിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ നല്ലോണം ഇതാ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇതിലെ ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ബ്രെഡും മുട്ടയും നേന്ത്രപ്പഴവും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സ്നാക്സ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അതുപോലെ തന്നെ ചായ പലഹാരമായിട്ടും കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ലോണം വെന്ത് മുരിഞ്ഞൊക്കെ ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ മുട്ടയും പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കാം. തീർച്ചയായും അവർക്കൊക്കെ ഇഷ്ടമാകും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്